വെൽക്കം ബാക്ക് ടു ഗൈസ്. അപ്പോൾ നമുക്കിന്ന് ചെയ്യാനായിട്ടുള്ളത് നമ്മുടെ കമ്പനിക്കാരൻ്റെ ഡോക്കിൻ്റെ ഓയിൽ ചേഞ്ച് ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യണം നോക്കാം. ഇതിന് 18 ബോക്സ് വെച്ചിട്ട് ഓയിൽ ഡ്രെയിൻ ബോൾട്ട് അങ്ങോട്ട് അഴിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഓയിൽ ഡ്രെയിൻ ചെയ്യാൻ പറ്റും. ഓയിൽ ഡ്രെയിൻ ബോൾട്ടിൻ്റെ ഉള്ളിൽ തന്നെ നമുക്കൊരു ഓയിൽ ഫിൽറ്ററും കൂടി ഉണ്ട്. അതൊരു നോസ് പ്ലെയർ വെച്ച് വലിച്ചെടുത്ത് കഴിഞ്ഞാൽ പോരും കേട്ടോ. പിന്നെ നമുക്ക് ഓപ്പോസിറ്റ് സൈഡിൽ ഒരു ഓയിൽ ഫിൽറ്ററും കൂടി ഉണ്ട്. അതിൻ്റെ ഒരു 8-ൻ്റെ ടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കത് 2 ബോൾട്ട് ഊരി കഴിഞ്ഞാൽ നേരെ ഓയിൽ ഫിൽറ്റർ ഊരിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഡ്രെയിൻ ബോൾട്ടും ഓയിൽ ഫിൽറ്ററും നേരെ ക്ലീൻ ചെയ്തിട്ട് നേരെ പഴയപടി തന്നെ തിരിച്ച് ഫിറ്റ് ചെയ്യണത്. പിന്നെ നമുക്ക് ഓയിൽ ഫിൽറ്റർ മാറാനായിട്ടുണ്ട്. അപ്പോൾ ഓയിൽ ഫിൽറ്റർ ഞാൻ എടുത്തേക്കുന്നത് NSൻ്റെ സെയിം ആണ് ഡോക്കിന് എല്ലാത്തിനും വരുന്നത്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 82 രൂപയാണ് ഇപ്പോൾ ആയേക്കണം കേട്ടോ. അത് ഓയിൽ എടുത്തേക്കണത് മോട്ടീവുകളുടെ 10W50 ഫുള്ളി സിന്തറ്റിക് ഓയിലാണ് എടുത്തേക്കുന്നത്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 1395 രൂപയാണ് ആയേക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഓയിൽ ഫിൽറ്ററിലോട്ട് ഓയിലും കൂടി ഒന്ന് ഒഴിച്ചൊന്ന് കൊടുക്കുന്നുണ്ട്, എന്നിട്ടാണ് സെറ്റ് ചെയ്യണം. ഓയിൽ ഫിൽറ്റർ സെറ്റ് ചെയ്യാനായിട്ട് ആ ബ്ലാക്ക് ഒരു റബ്ബറിൻ്റെ പീസ് ഉള്ളിലോട്ട് ആക്കി വരുന്ന രീതിയിൽ ഒന്ന് പ്രസ് ചെയ്താൽ മതി. എന്നിട്ട് ബാക്കിയെല്ലാം പഴയപടി തന്നെ ആക്കി ബോൾട്ട് ഇട്ട് ടൈറ്റ് ചെയ്യുക. അപ്പോൾ നേരെ ഡിപ്പ് സ്റ്റിക്ക് ഓപ്പൺ ആക്കിയിട്ട് നേരെ നമുക്ക് ഓയിൽ ഒഴിക്കാം. സോറി ഗൈസ്, വീഡിയോ ഓയിൽ ഒഴിക്കണതിലൊന്നും കിട്ടിയില്ലായിരുന്നു. ഞാൻ റെക്കോർഡിങ് കൊടുത്തതായിരുന്നു, പക്ഷേ ക്യാമറയിൽ എന്തോ എറർ വന്നിട്ടൊന്നും റെക്കോർഡായില്ല. നമ്മൾ എയർ ഫിൽറ്ററും കാര്യങ്ങളെല്ലാം ക്ലീൻ ആക്കി വിട്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ വണ്ടിയിൽ ആദ്യമേ ചെയ്ത വർക്കാണ് ചെയിൻ ക്ലീനിങ് ആയത്. എന്നുവെച്ചാൽ വണ്ടി ഹീറ്റ് ആയി കിടക്കണമുണ്ട്. നമ്മൾ ചൂടാറാൻ വേണ്ടി ഏകദേശം ഒരു 1 hour കഴിഞ്ഞിട്ടാണ് ഓയിൽ ഡ്രെയിൻ ചെയ്തത്. അപ്പോൾ ആദ്യമെയാണ് നമ്മൾ ചെയിൻ ക്ലീനിങ് ചെയ്ത്. അപ്പോൾ നിങ്ങളെല്ലാവരും മാക്സിമം ഒരു 1 hour കഴിഞ്ഞ് 1.5-2 മണിക്കൂർ കഴിഞ്ഞിട്ടേക്കാണ് ഓയിൽ ഡ്രെയിൻ ചെയ്യണതാണ് നല്ലത്. വണ്ടി ഓടിച്ചപ്പോൾ തന്നെ വന്നിട്ട് ഒരിക്കലും ഡ്രെയിൻ ബോൾട്ട് അഴിക്കാൻ നിൽക്കരുത്. അതിൻ്റെ ത്രെഡ് പോകാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. അപ്പോൾ ഗൈസ്, നിങ്ങൾ ചെയിൻ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട്, അതായത് നമ്മുടെ ചെയിൻ ക്ലീനറോ ഡീസലോ ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതുപോലുള്ള ചെറിയൊരു സ്പ്രേ ബോട്ടിലും കൊണ്ട് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത് സ്പ്രേ അടിക്കണമെങ്കിൽ നമുക്കൊന്നും കൂടി അതിൽ ചെയിനിലെ ഡസ്റ്റുകളെല്ലാം ക്ലീൻ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിലൊരു പഴയൊരു തുണി വെച്ചിട്ട് നമ്മൾ ചെയിനിലെ വെള്ളമെല്ലാം തുടച്ച് ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട്. നമ്മളത് കഴിഞ്ഞ് വെള്ളമെല്ലാം കളഞ്ഞിട്ട് വേണം ചെയിൻ ലൂബ് അടിക്കാൻ വേണ്ടി. അപ്പോൾ കഴിച്ച് നമ്മുടെ വർക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ടായി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റിൽ രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോ എന്തെങ്കിലും ബൈ ഗൈസ്.